ഒരു നെടുമങ്ങാട്ടേക്ക് പോവുകയാണ്. അവിടെയാണ് 1.5 വയസ്സായ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുഞ്ഞിന്റെ രണ്ടാനച്ഛൻ അഷ്കർ, അമ്മ അഖില എന്നിവരുമായി പോലീസ് തെളിവെടുപ്പിന് എത്തിയത്. പക്ഷേ അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. കാണുന്ന ദൃശ്യങ്ങൾ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപുള്ളതാണ്. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ നാട്ടുകാർ ഈ പ്രതികളെ മർദ്ദിക്കാൻ ശ്രമിച്ചു. പോലീസിനും തിരിച്ച് കയ്യോങ്ങേണ്ട സാഹചര്യം അവിടെ ഉണ്ടായി. അത്രയധികം അമർഷം നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. കാരണം ആ കുഞ്ഞ് നേരിട്ട എത്ര പീഡനം, അത് ഇന്നലെ വൈകുന്നേരത്തോടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോഴാണ് അതൊരു കൊലപാതകമാണെന്നും ആ കുഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായി തൻ്റെ വേദന പറയാൻ പോലും കഴിയാത്ത ആ പ്രായത്തിൽ ആ കുഞ്ഞ് ഇത്രയും വേദനകൾ സഹിച്ചാണ് മുന്നോട്ട് പോയതെന്ന് നാട്ടുകാരും തിരിച്ചറിയുന്നത്. അതിന് പിന്നാലെ തന്നെ പോലീസ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ തെളിവെടുപ്പിനായി അവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് നാട്ടുകാരുടെ രോഷം പൊട്ടിയത്. രാഹുൽ ജീനാഥ് തുടരുന്നുണ്ട്. രാഹുൽ, നമ്മൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേട്ട് കഴിഞ്ഞു. അവരും വല്ലാത്ത അസ്വസ്ഥതയോടുകൂടി തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഇത്തരം ഇതേ സമാനമായ പല സംഭവങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ കേരളം കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ വൈകാരികമായി തന്നെ ആളുകൾ പ്രതികരിച്ചു പോവാറുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നു, നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ആളുകൾ ഇതിങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് അത്ഭുതപ്പെട്ടും ഭയത്തോടെയും ഒക്കെയാണ് ഇതിനെ കാണുന്നത്. ആ ഒരു വിഷമവും ദേഷ്യവും ഒക്കെയാണ് ആളുകളിൽ നിന്ന് പ്രകടമായത്. ഇനി വീണ്ടും ഒരു തെളിവെടുപ്പിനായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ടോ? പോലീസിന് ഈ ഒരു തിരക്കിനിടയിൽ പോലീസ് വേണ്ടത്ര തെളിവുകളൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ? ഉറപ്പായും വേണ്ടത്ര തെളിവുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനി പരിശോധനയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ച ശേഷവും പിന്നെ ഏറ്റവും പ്രധാനമായി അമ്മയുടെ മൊഴിയും ഇങ്ങനെ നിലനിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിന് ഇതിനപ്പുറത്തേക്ക് ഇനി തെളിവുകൾ വേണമോ എന്നുള്ളത് പോലീസ് വ്യക്തമാക്കേണ്ട കാര്യമാണ്. എന്തായാലും ഈ പോലീസ് വീടിനകത്തേക്ക് കയറിയില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അപ്പോഴാണ് ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. പോലീസ് ഇത് പൂർത്തിയാക്കിയിട്ടാണോ മടങ്ങിയത് എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. എന്തായാലും ഇപ്പോഴും നാട്ടുകാർ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അവർക്ക് ആ ഞെട്ടലും എല്ലാം ഉണ്ട്. വലിയ ഞെട്ടലാണല്ലേ? വലിയ ഞെട്ടലാണ്. നമ്മൾ ഇവിടെ വന്ന് താമസമായിട്ട് 1 മാസത്തിനകത്തേ ആയുള്ളൂ. പക്ഷേ ഇവിടെ വലിയ ഞെട്ടലായിട്ടാണ് വന്നത്. കാരണം ഓടിക്കൊച്ച് ഒന്നും അറിയാൻ പറ്റാത്ത അതിൻ്റെ വിളിയേ ഉള്ളൂ, കരച്ചിലേ ഉള്ളൂ. ആൾക്കാർ ചോദിക്കുമ്പോൾ പറയണം അതിന് ചോറ് കൊടുത്തപ്പോൾ കരയനാണ്, ഒന്നും കഴിക്കില്ല എന്നൊക്കെയാണ് പറയണത്. പക്ഷേ നേരത്തെ പൊക്കത്തിന് തള്ളിയിട്ടാണ് കൈ ഒടിഞ്ഞത്. അങ്ങനെ വലിയ പ്രശ്നമാണ്, വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. അറിഞ്ഞിട്ടും ഈ പലരും പരാതി നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പൊക്കത്തിനൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. പരാതി ആരും നൽകിയില്ല, ആരും അറിഞ്ഞില്ല. പിന്നീടാണ് ഇന്നലെയാണ് എല്ലാവരും അറിയുന്നത് ഈ കൈ ഒടിഞ്ഞതും ഈ കൊച്ചിനെ ഉപദ്രവിച്ചതും എല്ലാം. അങ്ങനെ വലിയ പ്രശ്നമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഏർപ്പാട് നടന്നിട്ടില്ല ഇതുവരെയ്ക്ക്. പനവൂര് വന്ന് ഇവിടെ താമസിക്കുന്നതാണ്, പനവൂരിൽ നിന്ന്. എന്തായാലും അത് തന്നെയാണ് ഈ ആളുകൾക്ക് ഈ പറയുന്ന അറിയില്ല, എങ്ങനെ ഇടപെടണമെന്ന് അറിയില്ലായിരുന്നു. നിസ്സഹായാവസ്ഥയാണ് വളരെയും വാക്കുകളിൽ നിന്നുള്ളത്. കാരണം ഈ കുഞ്ഞ് വീണ് കൈയൊടിഞ്ഞ കാര്യങ്ങൾ മാത്രം ഇപ്പോൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് ആ ഘട്ടത്തിലൊക്കെ നടത്തിയത് എന്ന് പറയുന്നു. അതിനുശേഷം ഒരു പരാതി നൽകാനുള്ള ചിന്തയൊന്നും പോയില്ല. കാരണം ഒരു 1.5 വയസ്സുകാരൻ കുട്ടിയെ കൊല്ലും തരത്തിലെ കാര്യങ്ങൾ പോകുമോ എന്നുള്ളതൊന്നും അവർക്കറിയില്ല. വലിയ പ്രതിഷേധമായിരുന്നു. പ്രതിഷേധം എന്നുള്ളതല്ല, അത് ഒരു 1.5 വയസ്സായ ഒരു കുഞ്ഞാണ്. ആ ഒരു എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞിനെ അത്രയും മാരകമായി ആക്രമിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിൽ എല്ലാവർക്കും ഒരു വികാരം ഉണ്ടായി. ആ ഒരു ഇതാണ് കണ്ടത്. അല്ലാതെ വളഞ്ഞിട്ട് ആക്രമിക്കുകയോ മറ്റൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്. 1.5 വയസ്സായ കുഞ്ഞിനെ ഇത്രയും മാരകമായി മുറിവേൽപ്പിക്കുമ്പം ജനങ്ങളെ മനസ്സിലൊരു ഇതില്ലേ. കാരണം അവൻ ഇതുവരേക്കും നമ്മുടെ നാട്ടിലുള്ള ഒരുത്തനല്ല. അവൻ നമ്മളെ ഈ നാടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുത്തനാണ്. ഇവിടെ 2 മാസം കൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ കുഞ്ഞിനിങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്ന് ആംബുലൻസ് കയറ്റിയതിനു ശേഷമാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി, കുഞ്ഞ് ഇത്രയും മാരകമായി മുറിവേറ്റിട്ടുള്ളതെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ തന്നെ അറിയുന്നത്, നാട്ടുകാർ തന്നെ അറിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതുവരെയൊക്കെ ഇല്ലാത്തൊരു സംഭവം ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞങ്ങളെയൊക്കെ മനസ്സിൽ ഞങ്ങളെയും വീടുകളിലെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു സ്ഥലമല്ല. കാരണം അത്രയ്ക്ക് എല്ലാവരും സൗഹൃദപരമായി ജീവിക്കുന്ന ഒരു ചുറ്റുപാടുള്ള നാടാണിത്. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിയന്ത്രിക്കാൻ പറ്റാതായിപ്പോയി. 1.5 വയസ്സേ ആയിട്ടുള്ളൂ ആ കുഞ്ഞിന്. ആ കുഞ്ഞിൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ 2 കൈയും കെട്ടിത്തൂക്കിയിട്ടാണ് ഇപ്പോൾ 2 മാസം 2 ആഴ്ചയോടെ ഞങ്ങളിപ്പം കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായുള്ളൂ. അപ്പോഴും 2 കൈയും കെട്ടിത്തൂക്കിയിട്ടാണ് ആ കൊച്ചു നടക്കുന്നത്. അത് തന്നെ വീണ് വീണൊടിഞ്ഞെന്നാണ് അയാൾ കള്ളം പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെയൊക്കെ നിലത്തെടുത്തടിച്ച് കൈയും കാലും ഇങ്ങനെ ആയതാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നത്. അത്രയ്ക്ക് മുറിവാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നത്. നാട്ടുകാരെന്നുള്ള രീതിയിൽ എല്ലാവരും പോലീസിനോട് സഹകരിച്ചിട്ടേ ഉള്ളൂ. അന്വേഷണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി. സ്വാഭാവികമായ ജനരോഷം മാത്രമാണ് അതിലുണ്ടായിട്ടുള്ളത്. തെളിവെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾക്ക് ഒരു വികാരം ഉണ്ടായതാണ്. കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ അത് ആർക്കും സഹിക്കാൻ പറ്റില്ല. 1.5 വയസ്സായ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ അതേ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല സങ്കടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ആ ഒരു സങ്കടത്തിൻ്റെ രീതിയിലാണ് പ്രതികരിച്ചത്. അല്ലാതെ അവനെ നമ്മൾ ഉപദ്രവിക്കണമെന്നുള്ള അങ്ങനെ ഒരു നാടല്ല ഇത്. നമ്മൾ എല്ലാവരും ഒരുപോലെ കൊണ്ടുപോയിക്കുന്ന ഒരു സഹകരണമുള്ള നാടാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ ഒരു കറാമ്പുറപ്പ് കാണിച്ചാൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ പറ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും.
അതാണ് ഈ കണ്ടത്. അല്ലാതെ അവനെ മനഃപൂർവ്വം നമുക്ക് ഉപദ്രവിക്കണമെന്നുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. വലിയ സങ്കടമാണ്. എനിക്ക് കൊണ്ട് 4 ചെറുകുട്ടികൾ എനിക്കുണ്ട്. അതിൽ ഒരു ചെറുകുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചില മാറി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരെണ്ണമാണ്. എൻ്റെ അടുത്തൊന്നും മാറൂല, കിടക്കുന്നത് പോലെ എൻ്റെ അടുത്ത് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്, 14 വയസ്സായ എടുക്കാൻ. അതിനൊക്കെ ആ രീതിയിൽ പോയിട്ട് നമ്മൾക്ക് കാണുമ്പോഴത്തേക്ക് സങ്കടം വരും. ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുമ്പോഴാണ് അറിയത്. ഈ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയപ്പോഴും അതായത് ഈ കൊച്ചിനെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. എവനെയായാലും ഈ വണ്ടി കൊണ്ട് ഇവിടെ വരും, വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാണാം, തിരിച്ച് വണ്ടി കയറുന്നതാണ്, അല്ലാതെ അവനെ കണ്ടിട്ടില്ല. ഇത്രയും ക്രൂരത കാണിക്കുന്നുള്ള ഒരു ഇതുമില്ലായിരുന്നു. ഈ പ്രായത്തിൽ എൻ്റെ മൂത്ത മകൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച കുട്ടികൾ 1 മാസം 7 മാസമായി ചെയ്ത നമുക്ക് നമ്മളെ നാട്ടിലെ ആദ്യത്തെ ഒരു കൊലപാതകമാണ്. അപ്പം ഇവിടെ കൊല്ലാനുള്ളതാണ്. പക്ഷേ അത് പോലീസുകാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. ഞങ്ങളിവിടെ എല്ലാ ജാതി ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. ഇത്ര സങ്കടമുണ്ട് ഞങ്ങളെ വെള്ളത്തിൽ. ഇപ്പം ഇവിടെ വന്ന് വാടകയ്ക്കൊന്ന് താമസിക്കുക എവിടെ നിന്ന് വന്നാണ്. എൻ്റെ കുട്ടി ഇതേ പ്രായമാണ്, ഇതേ ദിവസം പ്രസവിച്ച കുട്ടി. ഇത്രയും സങ്കടമുണ്ട്. നമ്മൾ ഉള്ളിൽ നോക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പം ഇവനെയൊക്കെ കൊല്ലാൻ തന്നെ ചെയ്യണം. നമ്മളെ സർക്കാരിൻ്റെ ചിലവിൽ നമ്മളെ പൈസയിൽ തിന്നിട്ട് അവൻ വീണ്ടും വെളിയിൽ ഇറങ്ങിയിട്ടല്ലേ ആവർത്തിക്കൂ. അത് ആവർത്തിക്കാൻ പാടില്ല. നിസ്സഹായാവസ്ഥയിലാണ് ഇവരുടെ കണ്ണുകളൊക്കെ നിറയുന്നത്. കാരണം ഇവർ ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ പരാതി നൽകിയോ മറ്റാർക്കെങ്കിലും വളർത്താൻ കൊടുത്തോ ഒക്കെ അവർ ഈ കാര്യങ്ങൾ പരിഹരിച്ചേനെ, ആ കുഞ്ഞിനെ തുണയായേനെ എന്നുള്ള നിസ്സഹായാവസ്ഥയുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിലാപമുണ്ട്, രോഷമുണ്ട്, പ്രതിഷേധമുണ്ട്. അങ്ങനെ പലതരം വികാരങ്ങളാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഞങ്ങളുടെ നാട് ഇങ്ങനെയല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും കുഞ്ഞിന് നീതി വേണം. ആ നീതിയിലൂടെ നാടിൻ്റെ പഴയ പേരിലേക്ക് ഈ കളങ്കമെല്ലാം മാറ്റി മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുകയാണ് നാട്ടുകാരെല്ലാം. ശരിയാണ് രാഹുൽ. ഇപ്പോൾ അവസാനം സംസാരിച്ച അദ്ദേഹമൊക്കെ നിറഞ്ഞ കണ്ണുകളോടെയാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ കുഞ്ഞായിട്ട് ഈ കാണുന്ന വാർത്ത കാണുന്നവർക്കോ ആർക്കും നേരിട്ടൊരു ബന്ധമില്ല. പക്ഷെ ഒരു 1.5 വയസ്സായ കുഞ്ഞിനോട്, ഒരു മനുഷ്യന്, ഒരു സഹജീവിയോട് തോന്നേണ്ട ഒരു കാരുണ്യം, ഒരു ആർദ്രത, അത് എല്ലാ മനുഷ്യനും വേണ്ടതാണ്. അതാണ് നമുക്കൊരു പരിചയവുമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ ഈ ഒരു ക്രൂരതയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വേദന ഉണ്ടായി പോകുന്നത്. നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതാണ്, കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു നാടും ലോകവും ഒക്കെയാണ്. അതിനിടയിലാണ് ആ പിഞ്ചു കുഞ്ഞ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, കൈ രണ്ടും പ്ലാസ്റ്റർ ഇട്ട് നടക്കുമ്പോൾ ഇത് വീണ് പറ്റിയതാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അത് വിശ്വസിച്ചു. പിന്നീടാണ് അതങ്ങനെ തള്ളിയിട്ട് ആ കുഞ്ഞിൻ്റെ കൈ ഒടിച്ചതാണ് എന്ന് മനസ്സിലാവുന്നതാണ്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വളരെ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന വികാരം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി പല കുറ്റകൃത്യങ്ങളിൽ പെട്ടവരും പിന്നീട് ജയിലിൽ കടന്ന് തടിച്ച് കൊഴുത്ത് സുന്ദരന്മാരായി പുറത്തിറങ്ങുന്നത് കണ്ണുകൊണ്ട് കാണേണ്ടി വരുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ഈ പ്രതികളുമൊക്കെ ഇങ്ങനെ തന്നെയല്ലേ വരാൻ പോകുന്നതെന്നൊരു അമർഷം അത് നാട്ടിലെ ഓരോ പൗരനുമുള്ളതാണ്. ഇത്രയും ക്രൂരത കാണിച്ചാലും നമ്മുടെ നിയമ സംവിധാനങ്ങളോട് അവർ ശിക്ഷിക്കപ്പെട്ടാൽ പോലും അവർ പിന്നീട് വളരെ സുഖ സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഈ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്തവർ ഇങ്ങനെയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ വളരെ മികച്ച രീതിയിൽ പുറത്തിറങ്ങുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അത് തന്നെയല്ലേ ഇവർക്കും വരിക എന്ന അമർഷത്തോടെയാണ് അവർ പലരും പ്രതികരിച്ചത്. ഏറ്റവും സങ്കടകരമായൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടും. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ തെളിവെടുപ്പിനിടെ നാട്ടുകാരിൽ നിന്നുണ്ടായ ആ ഒരു അമർഷം, വേദന, അത് പ്രകടിപ്പിക്കലാണ്. അതാണ് അവർ പറഞ്ഞത്. ഞങ്ങളെല്ലാം വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെ ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതാണ് ആ ഒരു പ്രതികളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് സ്വാഭാവികമായിട്ടും ആളുകൾ പോകുന്നത്. പോലീസ് അതിനെ കൃത്യമായി തടഞ്ഞ് പ്രതികളുമായി അവിടെ നിന്ന് പോയി. പോലീസിന് വേണ്ട തെളിവുകളൊക്കെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതാം. എന്തായാലും വലിയ കാലതാമസമില്ലാതെ കൃത്യമായി കോടതിയിലേക്ക് ഇത് എത്തുകയും നിയമ നടപടികൾ, ശിക്ഷാ നടപടികൾ ഉണ്ടാവുകയും ചെയ്യട്ടെ എന്നതാണ്.